കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ വ്യാജ അവിഹിത കഥ സൃഷ്ടിച്ച ഗോപാലകൃഷ്ണൻ ഒളിവിലത്ര. ഇന്നിപ്പോ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡൊക്കെ നടത്തി. പക്ഷേ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വ്യാജ ഫേസ്ബുക്ക് കഥയുണ്ടാക്കി പ്രചരിപ്പിച്ചതിന് ശേഷം ആ ധൈര്യശാലി മുങ്ങിയിരിക്കുകയാണ്. പോലീസ് ഇക്കാര്യത്തിൽ കുറച്ച് ശക്തമായ നടപടി സ്വീകരിക്കണം. എവിടെയാണ് ഗോപാലകൃഷ്ണൻ എന്ന് നിങ്ങൾ ഇരുട്ടിൽ തപ്പേണ്ട കാര്യമില്ല. നേരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഔദ്യോഗിക വസതിയിലോ പറവൂരിലെ വസതിയിലോ അല്ലെങ്കിൽ DCC ഓഫീസിലോ KPCC ഓഫീസിലോ ഒരു റെയ്ഡ് നടത്തണം. ഈ 4 ഇടങ്ങളിൽ നിന്ന് ഈ വിരുദ്ധനെ കൈയോടെ പിടിക്കാവുന്നതേ ഉള്ളൂ. കാര്യം പറവൂരിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ സൈബർ പോരാളിയാണ്. ആ സൈബർ പോരാളിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എവിടെ നിന്നാണ് ഈ കഥ വന്നതെന്നുള്ളത് സാമാന്യ ലോജിക്കുള്ള ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ആ വ്യക്തി തന്നെ തുറന്ന് സംഭവിച്ചു, ഏറ്റവും കൂടുതൽ സതീശന് വേണ്ടി സൈബറിൽ എഴുതുന്ന ആളാണ് ഞാൻ എന്നുള്ള കാര്യം. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കഥയും അദ്ദേഹം സൈബർ ഇടങ്ങളിൽ എഴുതിയിട്ടത് ആർക്കു വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതേയില്ല. സതീശൻ നേരത്തെ ഒരു ബോംബ് പൊട്ടാനുണ്ട് എന്ന രീതിയിൽ പ്രചരണം നടത്തിയതിനെ സാധൂകരിക്കാൻ സ്വന്തം നിലയ്ക്ക് സൃഷ്ടിച്ചെടുത്ത ഒരു മുത്തുച്ചിപ്പി കഥയായിരുന്നു. ആ മുത്തുച്ചിപ്പി കഥയുമായി ബന്ധപ്പെട്ട് ഷൈൻ ടീച്ചറുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത അദ്ദേഹം നിന്ന നിപ്പിൽ ഗന്ധർവനെ പോലെ കാണാതായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക കാറിലെങ്ങാനമാണോ ഇനി ഇദ്ദേഹം കടന്നത് എന്ന സംശയം സ്വാഭാവികമായി ഈ നാട്ടിലുണ്ടാകും. പ്രതിപക്ഷ നേതാവിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം സഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആരായിരിക്കും ഏറ്റെടുക്കുക? ആ കഥ ഏറ്റെടുത്തുകൊണ്ട് സതീശൻ ഗോപി കോട്ടമുറിക്കലിനെ വെച്ചിട്ടും വിഭാഗീയതയുടെ ഡയലോഗൊക്കെ വെച്ച് അതിനെ സാധൂകരിക്കാൻ പരിശ്രമിക്കുകയും തള്ളിക്കളയാതിരിക്കുകയും തന്റെ അടിമകളെ കൊണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ അതിനെ ന്യായീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ കഥ സൃഷ്ടിച്ച ഞരമ്പൻ ഗോപാലകൃഷ്ണൻ ആരുടെ കസ്റ്റഡിയിലാണെന്ന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. പറവൂരിലെ വീട്ടിൽ കാണും, അല്ലെങ്കിൽ സതീശന്റെ ഔദ്യോഗിക വസതിയിൽ കാണും, KPCC ഓഫീസിലോ DCC ഓഫീസിലോ കാണും. അവിടെയും ഇല്ലെങ്കിൽ പ്രസിഡന്റും സതീശന്റെ അടിമയായിട്ടുള്ള ഷിയാസിന്റെ വീട്ടിൽ കൂടി ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഈ വ്യക്തിയെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. മുൻകൂർ ജാമ്യം തേടി ഇദ്ദേഹത്തിന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഒളിത്താവളം ഒരുക്കി കൊടുക്കേണ്ടത് ഇപ്പോൾ സതീശന്റെ കൂടി ഉത്തരവാദിത്തമാണ്. പറവൂർ മണ്ഡലത്തിലെ മണ്ഡല സെക്രട്ടറി കൂടി ആയതുകൊണ്ട് സതീശന് ആ കാര്യത്തിൽ കുറച്ച് റിസ്ക് എടുത്തേ മതിയാകുള്ളൂ. അതുകൊണ്ട് ഈ നാട്ടിലെ അരി ആഹാരം കഴിക്കുന്നവർ അങ്ങനെ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ഈ രീതിയിലുള്ള സംശയം സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. കാര്യം ആ ദിവസം തന്നെ ഗോപാലകൃഷ്ണന്റെ പ്രതികരണം വളരെ കൃത്യമായിരുന്നു. സതീശനുമായി കുടുംബ ബന്ധമാണുള്ളത്. അങ്ങനെ കുടുംബ ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അതിന് പ്രത്യുപകാരം ചെയ്തു കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ആ നിലയ്ക്കാണ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്ന ഗോപാലകൃഷ്ണൻ എവിടെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഒളിത്താവളം സ്വന്തം ഔദ്യോഗിക വസതിയിലോ സ്വന്തം വീട്ടിലോ ഒരുക്കി കൊടുത്താലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും സതീശൻ ഇതൊക്കെ ഒരുക്കി കൊടുക്കുമ്പോൾ സ്ത്രീകളുള്ള വീട്ടിൽ ഒരുക്കി കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം കയ്യിലിരിപ്പ് വെച്ചിട്ട് സ്വന്തം വീട്ടിലെ സ്ത്രീകളടുത്ത് പോലും മോശം പെരുമാറാൻ മടിയില്ലാത്ത ഗോപാലകൃഷ്ണൻ പാർപ്പിച്ചിരിക്കുന്നിടം സ്വന്തം വസതിയാണെങ്കിൽ ചിലപ്പോൾ പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികളെ ഉടൻ കണ്ടെത്തേണ്ടതുണ്ട്. ഒളിവിൽ പോയി മറഞ്ഞിരുന്നാലും ഷാജഹാൻ ഉൾപ്പെടെയുള്ള പ്രതികളെ ഒരു കാരണവശാലും വെറുതെ വിടരുത്, തൂക്കിയെടുത്ത് അകത്തിടേണ്ടതുണ്ട്. അതിന് എവിടെ ഒളിച്ചിരുന്നാലും, അതിന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായിരുന്നാലും അവിടെ കയറി പരിശോധന നടത്തി ഇവരെ പൊക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളം അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.